നിങ്ങൾക്ക് ഡാർക്ക് കളറിലുള്ള ഡ്രസ്സ് ഇടാൻ പേടിയാണെങ്കിൽ നിങ്ങളുടെ മെയിൻ കൺസേൺ ഡാൻഡ്രഫ് ആണെങ്കിൽ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഹൈ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ പ്രസൂൺ. ഡാൻഡ്രഫ് എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണവും ഡാൻഡ്രഫും തമ്മിൽ എന്തൊക്കെയാണ് ബന്ധം? ഡാൻഡ്രഫിനെ കുറയ്ക്കാൻ എന്തെങ്കിലും തരത്തിലുള്ള ഡയറ്ററി സപ്ലിമെന്റ്സ് കഴിക്കണോ? ഡാൻഡ്രഫിന്റെ ലക്ഷണങ്ങൾ എന്താണ്? ഇതെല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. സോ വെൽക്കം ബാക്ക് ടു ഡോഫുഡി. നമുക്ക് തുടങ്ങാം. ആദ്യമായി ഡാൻഡ്രഫിനെ കുറിച്ച് ബേസിക്കായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പറയാം. ഡാൻഡ്രഫ് വളരെ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. സ്കിന്നിൽ ഫ്ലേക്സ് ഉണ്ടാവാം, ഇച്ചിങ് ഉണ്ടാവാം. അഡൽട്ട് പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ 50% ആൾക്കാർക്കും ഡാൻഡ്രഫ് എന്ന് പറഞ്ഞ കണ്ടീഷൻ കോമൺ ആണ്. അതായത് 100 പേരെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ 50 പേർക്കും ഡാൻഡ്രഫ് ഉണ്ടാവാം. ഡാൻഡ്രഫ് എന്ന് പറയുന്നത് ഒരു കാരണം കൊണ്ട് വരുന്നതല്ല, മൾട്ടി ഫാക്ടോറിയൽ ആണ്. അതായത് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. അതിലൊന്നെന്ന് പറയുന്നത് മാലസീഷ്യ എന്ന് പറഞ്ഞ ഒരു ഈസ്റ്റ് ആണ്, ഒരു തരത്തിലുള്ള ഫംഗസ് ആണ്. അതിൻ്റെ കോളനൈസേഷൻ സ്കിന്നിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അത് കാരണം ഉണ്ടാവാം. നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഡ്രൈനെസ് കുറച്ച് നിർത്താനും സ്കിന്നിൽ തന്നെ ഓയിൽ സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഗ്ലാൻഡ് ഉണ്ട്. ഈ ഗ്ലാൻഡിൻ്റെ പേര് സെബേഷ്യസ് ഗ്ലാൻഡ് എന്നാണ്. ഈ ഗ്ലാൻഡിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സെക്രീഷൻ്റെ പേര് സിബം എന്നാണ്. നിങ്ങൾക്ക് സിബം സെക്രീഷൻ കൂടുതലാണെങ്കിൽ നിങ്ങളുടെ സ്കിന്ന് കുറച്ചും കൂടി ഓയിലി ആയിരിക്കും. സിബം സെക്രീഷൻ കൂടിക്കഴിഞ്ഞാലും ഡാൻഡ്രഫ് ഉണ്ടാവാം. പലതരത്തിലുള്ള ഇമ്മ്യൂണോളജിക്കൽ കണ്ടീഷൻസിൻ്റെ ഭാഗമായിട്ടും ഡാൻഡ്രഫ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. അധികം ആൾക്കാരും വിചാരിക്കുന്ന പോലെ പേഴ്സണൽ ഹൈജീനിൻ്റെ കുറവ് കാരണമല്ല ഡാൻഡ്രഫ് വരുന്നത്. മറ്റ് പലതരത്തിലുള്ള കാരണങ്ങളുണ്ട്. ഒന്ന്, മാലസീഷ്യ എന്ന് പറയുന്നത് ഈസ്റ്റ് ആണ്. ഈസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിലുള്ള ഫംഗസ് ആണ്. മാലസീഷ്യ എന്ന് പറയുന്ന ഈ ഫംഗസ് സ്കിന്നിൽ നിന്നും സെക്രീറ്റ് ചെയ്യുന്ന സിബം, അതിലുള്ള ലിപ്പിഡ് കണ്ടൻസ്, ഫാറ്റ്, ഇതിനൊക്കെ കൂടുതൽ ഇഷ്ടപ്പെടുന്നതാണ്. അതിൽ വരുത്തുന്ന മാറ്റങ്ങൾ കാരണമാണ് ഡാൻഡ്രഫ് എന്നും ചില സ്റ്റഡീസിൽ പറയുന്നുണ്ട്. ഇനി നമുക്ക് എല്ലാവർക്കും സ്കിന്നിൽ വ്യത്യാസങ്ങളുണ്ടാവും. സ്കിന്നിൻ്റെ തിക്നെസ്സിൽ വ്യത്യാസം ഉണ്ടാവും. സ്കിൻ എന്ന് പറയുന്നത് നമ്മളുടെ എക്സ്റ്റേണൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. സ്കിന്നിൻ്റെ ഫംഗ്ഷനാലിറ്റി വ്യത്യാസം ഉണ്ടാവും. സ്കിന്നിൻ്റെ സ്ട്രെങ്ത്തിൽ വ്യത്യാസം ഉണ്ടാവും. അതിനനുസരിച്ചും ചിലർക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ ഡാൻഡ്രഫ് വരാം. സിബം സെക്രീഷൻ കൂടുതലാണെങ്കിൽ പോലും ഡാൻഡ്രഫ് വരാൻ ചാൻസസ് കുറവായിരിക്കും. ഡാൻഡ്രഫ് ചില തരത്തിലുള്ള ജീൻസ് ആയിട്ടും റിലേഷൻ ഉണ്ടെന്ന് ചില സ്റ്റഡീസിൽ പറയുന്നുണ്ട്. പുതിയ സ്റ്റഡീസിൽ പറയുന്നത് ചില തരത്തിലുള്ള ന്യൂറോളജിക്കൽ കണ്ടീഷൻസിൻ്റെ ഭാഗമായിട്ടും ഡാൻഡ്രഫ് ഉണ്ടാവാമെന്നാണ്. സിബോറിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയുന്നത് സ്കിന്നിനെ ബാധിക്കുന്ന ഒരു തരത്തിലുള്ള ഇൻഫ്ലമേറ്ററി കണ്ടീഷനാണ്. ഇതിൻ്റെ ഒരു മൈൽഡ് ഫോം ആയിട്ട് പോലും വേണമെങ്കിൽ നമുക്ക് ഡാൻഡ്രഫിനെ കാണാവുന്നതാണ്. സാധാരണ രീതിയിൽ പുരുഷന്മാരെയും സ്ത്രീകളെയും കമ്പയർ ചെയ്ത് നോക്കിയാൽ കൂടുതലും ഡാൻഡ്രഫ് ഉണ്ടാകുന്നത് പുരുഷന്മാർക്കാണ്. ഇനി പ്രായത്തിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടിയൊക്കെ കാണുന്നത് ചാൻസ് കുറവാണ്. പ്യൂബർട്ടി, അതായത് 10 വയസ്സൊക്കെ ആവുന്ന സമയത്താണ് ഡാൻഡ്രഫ് കണ്ടു തുടങ്ങുന്നത്. ഇനി ഡാൻഡ്രഫിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. ഡാൻഡ്രഫ് അധികം ആൾക്കാരും ശ്രദ്ധിക്കുന്നത് സ്കിന്നിൻ്റെ ഫ്ലേക്സ് ആയിട്ടാണ്. സ്കിന്നിൻ്റെ ചെറിയ പൊടി പോലെ തലയിൽ കാണാം, കഴുത്തിലുണ്ടാവാം, മുഖത്തുണ്ടാവാം. ചിലപ്പം മുടി ബ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രസ്സിൽ കാണാം. ചിലർക്ക് ഐബ്രോസിൽ വരാം, ബിയേർഡിലുണ്ടാവാം, ഷോൾഡറിലുണ്ടാവാം. ഇത്തരത്തിലുള്ള ചെറിയ സ്പോട്സ് പോലുള്ള ഫ്ലേക്സ് മാത്രമല്ല, ചിലർക്ക് ഇച്ചിങ് ഉണ്ടാവാം, അതായത് ചൊറിച്ചിൽ വരാം. ഡാൻഡ്രഫ് പല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം. ഒന്നിക്കൽ വെറും ഡാൻഡ്രഫിൻ്റെ പ്രശ്നം മാത്രമായിരിക്കും അവർക്ക് ഉണ്ടാകുന്നത്. അതല്ലെങ്കിൽ മറ്റ് പലതരത്തിലുള്ള കണ്ടീഷൻ്റെ ഭാഗമായിട്ടും ഡാൻഡ്രഫ് ഉണ്ടാവാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില തരത്തിലുള്ള ന്യൂറോളജിക്കൽ കണ്ടീഷൻസിൻ്റെ ഭാഗമായിട്ടുണ്ടാവാം. അതായത് ബ്രെയിനിനെ ബാധിക്കുന്ന കണ്ടീഷൻസിൻ്റെ ഭാഗമായിട്ടും ഡാൻഡ്രഫ് ഉണ്ടാവാം. ഇതിൻ്റെ ഉദാഹരണമാണ് ഒന്ന് പാർക്കിൻസൺസ് ഡിസീസ്, കൈവിറയൽ. ഒരു തരത്തിലുള്ള ന്യൂറോളജിക്കൽ കണ്ടീഷനാണ്. ഇതിനെക്കുറിച്ച് ഞാൻ മുമ്പേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. മറ്റൊരു കണ്ടീഷനാണ് ടാർഡീവ് ഡിസ്കൈനീസിയ എന്ന് പറയുന്നത്. എപ്പിലെപ്സി അഥവാ അപസ്മാരം, അതിൻ്റെ ഭാഗമായിട്ടും ഡാൻഡ്രഫ് ഉണ്ടാകാം. ചില തരത്തിലുള്ള ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ട് ഡാൻഡ്രഫ് വരാം. അതിൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് HIV അല്ലെങ്കിൽ എയ്ഡ്സ് ആണ്. നിങ്ങൾക്ക് ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് HIV എയ്ഡ്സ് ഉണ്ടെന്നല്ല, തിരിച്ചാണ്. HIV എയ്ഡ്സ് ഉള്ളവർക്ക് ഡാൻഡ്രഫും കൂടി വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഹെപ്പറ്റൈറ്റിസ് C ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ്. വൈറസിൻ്റെ പേര് ഹെപ്പറ്റൈറ്റിസ് C തന്നെയാണ്. ഈ ഇൻഫെക്ഷൻ്റെ ഭാഗമായിട്ടും ഡാൻഡ്രഫ് ഉണ്ടാകാം. സ്ഥിരമായി മദ്യപിക്കുന്നവർക്ക് പാൻക്രിയാറ്റൈറ്റിസ് ഉണ്ടാവാം. അതായത് പാൻക്രിയാസിനെ ബാധിക്കുന്ന ക്രോണിക് ഇൻഫ്ലമേഷൻ ആണ്. ഈ കണ്ടീഷന്റെ ഭാഗമായിട്ടും ഡാൻഡ്രഫ് വരാം. ചില തരത്തിലുള്ള കൺജനിറ്റൽ കണ്ടീഷൻസ്, അതായത് ജന്മന കിട്ടുന്ന കണ്ടീഷൻസിന്റെ ഭാഗമായിട്ടും ഡാൻഡ്രഫ് വരാം. ഇതിന്റെ ഒരു ഉദാഹരണമാണ് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഡാൻഡ്രഫ് എന്നുള്ള കണ്ടീഷൻ ഡയഗ്നോസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കണ്ടുപിടിക്കുന്നത്? സാധാരണ രീതിയിൽ ക്ലിനിക്കലി നിങ്ങളുടെ തലയോട്ടി, സ്കാൽപ്പ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ പറയാൻ സാധിക്കും. ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്താണ് നിങ്ങൾ പോകേണ്ടത്. ഓൺലൈൻ കൺസൾട്ടേഷൻസ് ആണെങ്കിൽ ഒരു വീഡിയോ കോൾ വഴിയും നിങ്ങൾക്ക് സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കാണാം. ഡാൻഡ്രഫ് തന്നെയാണോ എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യാൻ സാധിക്കും. ഓൺലൈൻ ഡോക്ടർ കൺസൾട്ടേഷൻസിന് നിങ്ങൾക്ക് ഡോഫുഡി പോലത്തെ ആപ്പും ഉപയോഗിക്കാവുന്നതാണ്. ഡോഫുഡി ആപ്പിന്റെയും വെബ്സൈറ്റിന്റെയും ലിങ്ക് നിങ്ങൾക്ക് ലൈക്ക് ബട്ടന്റെ താഴെ കാണാം. ഡാൻഡ്രഫ് ഡയഗ്നോസ് ചെയ്യുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇതേപോലത്തെ ലക്ഷണങ്ങളുള്ള മറ്റ് സ്കിൻ കണ്ടീഷൻസ് ഉണ്ട്. ഇതിന്റെ ഉദാഹരണമാണ് എറ്റോപിക് ഡെർമറ്റൈറ്റിസ്, ടിനിയ കാപ്പിറ്റസ്, റൊസേഷ്യ മറ്റൊരു കണ്ടീഷനാണ്. സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമെറ്റോസിസ് അല്ലെങ്കിൽ SLE എന്ന് പറയുന്ന ഒരു ഇമ്മ്യൂണോളജിക്കൽ കണ്ടീഷനാണ്. ഈ പറഞ്ഞ കണ്ടീഷൻസിലൊക്കെ ഡാൻഡ്രഫ് പോലെ തന്നെ സ്കിന്നിൽ ഫ്ലേക്സ് ഉണ്ടാവാം, ഇച്ചിങ് ഉണ്ടാവാം. അപ്പോൾ ഈ പറഞ്ഞ കണ്ടീഷൻസ് എല്ലാം എന്നുള്ളതും ഉറപ്പ് വരുത്തേണ്ടതാണ്. അത് കൃത്യമായിട്ടും ഡയഗ്നോസ് ചെയ്യാൻ സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ തന്നെ കാണിക്കണം. ഇപ്പം ഞാൻ പറഞ്ഞ കണ്ടീഷൻസ് റൂൾ ഔട്ട് ചെയ്യാൻ
ചിലപ്പം മറ്റു തരത്തിലുള്ള സ്കിന്നിൻ്റെ ടെസ്റ്റുകൾ ചെയ്യിപ്പിക്കാറുണ്ട്. ഈ ടെസ്റ്റുകളൊക്കെ സ്കിൻ സ്പെഷ്യലിസ്റ്റിൻ്റെ ക്ലിനിക്കിൽ തന്നെ ചെയ്യിപ്പിക്കാം. ചിലത് ബ്ലഡ് ടെസ്റ്റുകളാണ്. അടുത്തതായി ഡാൻഡ്രഫിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയാം. പലതരത്തിലുള്ള സ്കിന്നിലും ഹെയറിലും അപ്ലൈ ചെയ്യുന്ന പ്രൊഡക്ട്സ് ഉണ്ട്. ഇത്തരത്തിലുള്ള ചില പ്രൊഡക്ട്സ് ആൻറ്റി ഫംഗൽ ഏജൻസ് ആണ്, അതായത് ഫംഗസിനെ നശിപ്പിക്കാൻ കഴിവുള്ള തരത്തിലുള്ള മരുന്നുകളാണ്. ഇതിൻ്റെ ഉദാഹരണമാണ് ഒന്ന് കീറ്റോകൊണസോൾ, രണ്ടാമത്തത് പൈറിത്തിയോൺ സിങ്ക് ആണ്, മൂന്നാമത്തത് സെലീനിയം സൾഫൈഡ് ആണ്. ചില സിറ്റുവേഷനിൽ സ്റ്റീറോയിഡുകൾ ഉപയോഗിക്കാറുണ്ട്, പ്രത്യേകിച്ചും കോർട്ടിക്കോസ്റ്റീറോയിഡ്സ്. ഹൈഡ്രോകോർട്ടിസോണും ഫ്ലൂസിനലോണും മറ്റു തരത്തിലുള്ള സ്റ്റീറോയിഡുകളാണ്. ഇതും ഡാൻഡ്രഫിൻ്റെ ട്രീറ്റ്മെൻറ്റിൽ ഉപയോഗിക്കാറുണ്ട്. സ്റ്റീറോയിഡ്സ് ഒക്കെ ഉപയോഗിക്കുന്നത് ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ആൻറ്റി ഫംഗൽസ് ഉപയോഗിക്കുന്നത് ഫംഗസിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റു തരത്തിലുള്ള പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നത് സ്കിന്നിൻ്റെ ടേൺ ഓവർ കുറയ്ക്കാനും ഫ്ലേക്സിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇത്തരത്തിലുള്ള പ്രൊഡക്ട്സിൻ്റെ എക്സാമ്പിളാണ് ഒന്ന് കോൾ ടാർ, രണ്ടാമത്തത് സാലിസിലിക് ആസിഡ് ആണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞ മരുന്നുകളിൽ ചിലതെല്ലാം ഓവർ ദ കൗണ്ടർ നിങ്ങൾക്ക് വാങ്ങിക്കാം, ഡോക്ടേഴ്സിന് പ്രിസ്ക്രിപ്ഷൻ ആവശ്യമില്ല. പക്ഷേ എല്ലാ തരത്തിലുള്ള മരുന്നുകളും അങ്ങനെയല്ല, ചിലതിന് ഡോക്ടറിൻ്റെ പ്രിസ്ക്രിപ്ഷൻ ആവശ്യമുണ്ട്. ഇനി അടുത്ത ചോദ്യം, എന്തെങ്കിലും തരത്തിലുള്ള സപ്ലിമെൻറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ ഡാൻഡ്രഫിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ചും പലതരത്തിലുള്ള സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട്. വിറ്റാമിൻ എനെ നമ്മളുടെ ബോഡിയിൽ എത്തിക്കഴിഞ്ഞാൽ സിബം പ്രൊഡക്ഷൻ കുറയ്ക്കാൻ കഴിയുന്ന സ്റ്റഡീസിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. സിബം സെക്രീഷൻ കാരണം ഡാൻഡ്രഫ് ഉള്ള ആൾക്കാർക്ക് വൈറ്റമിൻ എ സപ്ലിമെൻറ്റ്സ് ഹെൽപ്ഫുൾ ആവാം. പക്ഷേ വൈറ്റമിൻ എയും എല്ലാവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു സപ്ലിമെൻ്റ് അല്ല, പ്രത്യേകിച്ച് പ്രഗ്നൻസി ടൈമിൽ. വൈറ്റമിൻ എ സപ്ലിമെൻറ്റ്സിനെ കുറിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കും നിങ്ങൾക്ക് കാർഡ്സിലും ലൈക്ക് ബട്ടൻ്റെ താഴെയൊക്കെ കാണാം. ചില തരത്തിലുള്ള ബി കോംപ്ലക്സ് വിറ്റാമിൻസിന് ഡാൻഡ്രഫ് കുറയ്ക്കാൻ കഴിവുണ്ടെന്ന് ചില റിസർച്ചസിൽ പറയുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിൾ ബയോട്ടിൻ ആണ്. പക്ഷേ ഇതിന് എവിഡൻസ് അത്ര സ്ട്രോങ് അല്ല, കൂടുതൽ റിസർച്ച് ഇനി നടത്തേണ്ടതായിട്ടുണ്ട്. മറ്റു ചില സ്റ്റഡീസിൽ പ്രോബയോട്ടിക്സിനും ഡാൻഡ്രഫിനെ കുറയ്ക്കാനുള്ള കഴിവുണ്ടെന്ന് പറയുന്നുണ്ട്. പ്രോബയോട്ടിക്സ് പറഞ്ഞാൽ നമ്മളുടെ ഗട്ട് മൈക്രോബിയത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന തരത്തിലുള്ള ചില ബാക്ടീരിയാസ് ആണ്. ടീ ട്രീ എക്സ്ട്രാക്ട്സ് അടങ്ങിയിട്ടുള്ള ഷാംപൂസിനും ഡാൻഡ്രഫിനെ കുറയ്ക്കാൻ കഴിവുണ്ടെന്ന് ചില സ്റ്റഡീസിൽ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെയും റിസർച്ചിൻ്റെ കുറവുണ്ട്. സോളിഡ് ആയിട്ടുള്ള എവിഡൻസ് അല്ല ഞാൻ പറയുന്നത്. ഇനി ഡാൻഡ്രഫിനെ കൺട്രോൾ ചെയ്യാൻ ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണമാണ് കഴിക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണവും ഡാൻഡ്രഫും തമ്മിൽ എന്താണ് ബന്ധമെന്നും കൂടി പറയാം. ഇവിടെയും പല സ്റ്റഡീസ് പറയുന്നത് ഫാറ്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണം, ഓയിലിൻ്റെ കൺസംഷനും മീറ്റ് പ്രൊഡക്ട്സ്, എഗ്ഗ് ഇത്തരത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ച് ഡാൻഡ്രഫ് കൂടാന്ന് പറയുന്നുണ്ട്. ഫാസ്റ്റ് കാർബോഹൈഡ്രേറ്റ്സ്, അതായത് ഗ്ലൂക്കോസിനെ പെട്ടെന്ന് രക്തത്തിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള പ്രോസസ്ഡ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാലും ഡാൻഡ്രഫ് കൂടാന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ ഉദാഹരണമാണ് പാക്കറ്റിൽ കിട്ടുന്ന ഭക്ഷണം, ബേക്കറി ഐറ്റംസും സ്വീറ്റ്സ് എല്ലാം. എസറ്റേറ്റ് അല്ലെങ്കിൽ എസറ്റിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും ഡാൻഡ്രഫ് കൂടാന്ന് ചില സ്റ്റഡീസിൽ പറയുന്നുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ 3 തരത്തിലുള്ള ഭക്ഷണം, അതായത് ഫാറ്റ്, ഗ്ലൂക്കോസും എസറ്റിക് ആസിഡും, ഇത്തരത്തിലുള്ള ന്യൂട്രിയൻസ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സെബേഷ്യസ് ഗ്ലാൻഡിൻ്റെ ആക്ടിവിറ്റി കൂട്ടുന്നതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഭക്ഷണം കുറച്ച് കഴിഞ്ഞാൽ ഡാൻഡ്രഫ് നിങ്ങൾക്ക് കുറയ്ക്കാൻ സാധിക്കും. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ കാലറീസ് കൂടുതലാണെങ്കിൽ ആ കാലറീസ് കുറയ്ക്കാൻ കാർബോഹൈഡ്രേറ്റ്സ് കുറയ്ക്കുക. കാലറി റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഡയറ്റിനും ഡാൻഡ്രഫിനെ കുറയ്ക്കാൻ പറ്റുന്ന സ്റ്റഡീസിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് ഡാൻഡ്രഫിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. നിങ്ങൾക്ക് ഇനിയും ഡാൻഡ്രഫിനെ കുറിച്ച് കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിലുണ്ടാവും. ആ ചോദ്യങ്ങളൊക്കെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സ്കിൻ എല്ലാ സമയവും ഹെൽത്തി ആക്കി നിലനിർത്താൻ നിങ്ങൾക്ക് 3 പ്രൊഡക്ട്സ് ഉപയോഗിക്കാം. ആ 3 പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുക. സ്കിന്നിനെ കുറിച്ച് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ഈ പ്ലേലിസ്റ്റിലുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഞാൻ നിങ്ങളെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച് വാച്ചിങ്. ബൈ.